ക്രിക്കറ്റിൽ വീണ്ടും അതേ പഴയ കഥ ആവർത്തിക്കപ്പെടുകയാണ്. വേദികൾ മാറുന്നു, എതിരാളികൾ മാറുന്നു, ക്യാപ്റ്റന്മാരും കോച്ചുമാരും മാറുന്നു. പക്ഷേ സഞ്ജു സാംസൺ എന്ന പ്രതിഭയോടുള്ള അവഗണനയ്ക്ക് മാത്രം ഒരു മാറ്റവുമില്ല. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ രണ്ടാം T20 മത്സരത്തിനായി പഞ്ചാബിലെ മുല്ലൻപൂരിലെ സ്റ്റേഡിയത്തിൽ ടോസിനായി സൂര്യകുമാർ യാദവ് എത്തിയപ്പോൾ ലക്ഷക്കണക്കിന് മലയാളി ആരാധകരുടെ പ്രാർത്ഥന ഒന്നു മാത്രമായിരുന്നു: ഇന്നെങ്കിലും സഞ്ജു ഉണ്ടാകണേ. എന്നാൽ കട്ടക്കിൽ വിജയിച്ച അതേ ടീമിനെ നിലനിർത്താനാണ് ടീം മാനേജ്മെന്റ് തീരുമാനിച്ചത് എന്ന പ്രഖ്യാപനം വന്നതോടെ ആ പ്രതീക്ഷകൾ അസ്ഥാനത്ത്. ജിതേഷ് ശർമ്മ വീണ്ടും വിക്കറ്റ് കീപ്പറായി സ്ഥാനം നിലനിർത്തിയപ്പോൾ ബെഞ്ചിലിരിക്കാനായിരുന്നു സഞ്ജുവിന്റെ വിധി. ഇതോടെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധത്തിന്റെ വലിയൊരു കൊടുങ്കാറ്റ് തന്നെ രൂപപ്പെട്ടിരിക്കുകയാണ്. സഞ്ജുവിനോട് ടീം ഇന്ത്യ കാണിക്കുന്നത് നീതിയല്ലെന്നും ഇനി കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ലെന്നും തുറന്നടിക്കുകയാണ് ആരാധകർ. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ സാധിക്കില്ല എന്നതാണ് ആരാധകരെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിക്കുന്നത്. കണക്കുകൾ നിരത്തി പരിശോധിച്ചാൽ സഞ്ജു നേരിടുന്ന അവഗണനയുടെ ആഴം വ്യക്തമാകും. തുടർച്ചയായി ഇത് 5ാമത്തെ T20 മത്സരത്തിനാണ് സഞ്ജു സാംസൺ പ്ലേയിങ് 11 പുറത്തിരിക്കുന്നത്. ഓസ്ട്രേലിയക്കെതിരായി കഴിഞ്ഞ പരമ്പരയിലെ അവസാന 3 T20 മത്സരങ്ങളിലും സഞ്ജുവിന് അവസരം ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ 2 മത്സരങ്ങളിലും അതേ വിധി. ഫോമിലല്ലാത്ത താരങ്ങൾക്ക് പോലും തുടർച്ചയായി അവസരങ്ങൾ നൽകി പിന്തുണയ്ക്കുന്ന ടീം മാനേജ്മെന്റ് സഞ്ജുവിന്റെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഈ കാർക്കശ്യം കാണിക്കുന്നത്? ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ ഏകദിന സെഞ്ചുറി നേടി തന്റെ ക്ലാസ് തെളിയിച്ചൊരു താരം അതേ എതിരാളികൾക്കെതിരെ സ്വന്തം നാട്ടിൽ നടക്കുന്ന പരമ്പരയിൽ വെള്ളം ചുമക്കാൻ വിധിക്കപ്പെടുന്നത് എന്ത് നീതിയാണ്? ഇന്ത്യൻ ടീമിന്റെ പുതിയ മുഖ്യ പരിശീലകനായി ഗൗതം ഗംഭീർ സ്ഥാനമേറ്റപ്പോൾ സഞ്ജു സാംസണിന്റെ ആരാധകർക്ക് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ സഞ്ജുവിന്റെ പ്രതിഭയെ വാനോളം പുകഴ്ത്തിയിട്ടുള്ള അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ നൽകണമെന്ന് വാദിച്ചിട്ടുള്ള വ്യക്തിയാണ് ഗംഭീർ. എന്നാൽ പരിശീലകന്റെ കുപ്പായമണിഞ്ഞപ്പോൾ ഗംഭീറിന്റെ നിലപാടുകൾ മാറിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സഞ്ജുവിന് മധ്യനിരയിലും നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കും എന്ന് പരസ്യമായി പറഞ്ഞ ഗംഭീറും ജിതേഷ് ശർമ്മയെ ഫിനിഷർ റോളിൽ നിലനിർത്തുന്നതിൽ തെറ്റില്ല. എന്നാൽ ഓപ്പണിംഗിലോ 3ാം നമ്പറിലോ സഞ്ജുവിനെ പരീക്ഷിക്കാൻ അവസരമുണ്ടായിട്ടും വിന്നിംഗ് കോമ്പിനേഷൻ എന്ന മുടന്തൻ ന്യായത്തിൽ അവർ കടിച്ചു തൂങ്ങുകയാണ്. മുല്ലൻപൂരിൽ ഇന്ത്യ തോറ്റതോടെ ആ ന്യായവും പൊളിഞ്ഞിരിക്കുന്നു. ഗംഭീർ ഇപ്പോൾ പഴയ കോച്ചുമാരുടെ പാത തന്നെ പിന്തുടരുകയാണോ എന്ന ചോദ്യം ശക്തമാണ്. സഞ്ജുവിനോടുള്ള ഈ അവഗണന സഹിക്കവയ്യാതെ അതീവ വൈകാരികമായ പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് സഞ്ജുവിനോട് രാജ്യം വിടാൻ ആവശ്യപ്പെടുന്ന പോസ്റ്റുകളാണ്. ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്നും സഞ്ജു സാംസൺ വിരമിക്കണം, തന്റെ കഴിവിനോ കഠിനാധ്വാനത്തിനോ വില കൽപ്പിക്കാത്ത രാജ്യത്തിനായി എന്തിന് കളിക്കണം എന്നാണ് ഒരു ആരാധകന്റെ ചോദ്യം. അയർലാൻഡ്, USA തുടങ്ങിയ വളർന്നുവരുന്ന ക്രിക്കറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ ആരാധകർ സഞ്ജുവിനെ ഉപദേശിക്കുന്നു. അവിടെ പോയാൽ സഞ്ജുവിന് അർഹിച്ച പരിഗണന ലഭിക്കും, ടീമിലെ സ്ഥിരം സാന്നിധ്യമാകുമെന്ന് മാത്രമല്ല ഒരുപക്ഷെ ആ രാജ്യങ്ങളുടെ ക്യാപ്റ്റൻസി വരെ സഞ്ജുവിന് ലഭിച്ചേക്കാം തുടങ്ങിയ കമന്റുകൾ സഞ്ജുവിന്റെ ഫാൻ പേജുകൾ നിറയുകയാണ്. ഉന്മുഖ് ചന്ദിനെ പോലുള്ള താരങ്ങൾ അമേരിക്കയിലേക്ക് പോയത് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. സ്വന്തം രാജ്യത്ത് അവഗണിക്കപ്പെടുന്നതിലും നല്ലത് കഴിവ് അംഗീകരിക്കുന്ന മറ്റൊരു രാജ്യത്ത് രാജാവിനെ പോലെ വാഴുന്നതാണ് എന്ന ചിന്താഗതിയാണ് ഈ രോക്ഷത്തിന് പിന്നിൽ. സഞ്ജുവിനെ ഇപ്പോൾ തഴയുന്നതിനു പിന്നിൽ കൃത്യമായ ഒരു പാറ്റേൺ ഉണ്ടെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ICCയുടെ T20 ലോകകപ്പ് അടുത്തെത്തി നിൽക്കുന്ന സമയമാണിത്. ചരിത്രം പരിശോധിച്ചാൽ ലോകകപ്പിന് തൊട്ടു മുമ്പുള്ള പരമ്പരകളിൽ സഞ്ജുവിനെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തുകയും എന്നാൽ നിർണായകമായ സമയത്ത് ഒഴിവാക്കുകയും ചെയ്യുന്ന പതിവ് കാണാം. 2024 T20 ലോകകപ്പിന് മുമ്പും സമാനമായ സാഹചര്യമായിരുന്നു. അന്ന് സഞ്ജുവിനെ അവഗണിച്ച് പരിക്കിൽ നിന്ന് മടങ്ങിയെത്തിയ ഋഷഭ് പന്തിന് ടീം മാനേജ്മെന്റ് തുടർച്ചയായ അവസരങ്ങൾ നൽകി. ഒടുവിൽ ലോകകപ്പിൽ എല്ലാ മത്സരങ്ങളിലും പന്ത് കളിക്കുകയും ചെയ്തു. ഇത്തവണയും സമാനമായ തിരക്കഥയാണ് അണിയറയിൽ ഒരുങ്ങുന്നതെന്ന് ആരാധകർ ഭയപ്പെടുന്നു. ജിതേഷ് ശർമ്മയെയോ അല്ലെങ്കിൽ മടങ്ങിവരുന്ന ഇഷാൻ കിഷനെയോ ലോകകപ്പ് ടീമിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണോ സഞ്ജുവിനെ? ക്രിക്കറ്റ് ഫോം ഔട്ട് ആകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ശുഭ്മാൻ ഗില്ലിനെ പോലുള്ള താരങ്ങൾ തുടർച്ചയായി പരാജയപ്പെടുമ്പോഴും അവർക്ക് ലഭിക്കുന്ന ലോങ് ഡ്രോപ്പ് എന്തുകൊണ്ട് സഞ്ജുവിന് ലഭിക്കുന്നില്ല? എത്ര നന്നായി പെർഫോം ചെയ്താലും അടുത്ത മത്സരത്തിൽ സ്ഥാനം ഉറപ്പിക്കാത്ത ഒരേയൊരു താരം ഒരുപക്ഷെ സഞ്ജു മാത്രമായിരിക്കും. മധ്യനിരയിലായാലും ഓപ്പണിംഗിലായാലും ടീം ആവശ്യപ്പെടുന്ന ഏത് റോളും വഴങ്ങുന്ന താരമാണ് സഞ്ജു. എന്നിട്ടും ടീം ബാലൻസിന്റെ പേരിൽ എപ്പോഴും ബലിയാടാകുന്നത് അദ്ദേഹമാണ്. ഇത് കൊടും ചതി തന്നെയാണ്. സഞ്ജുവിന്റെ കരിയർ നശിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടോ എന്ന് ആരാധകർ സംശയിക്കുന്നു. ആരാധകരുടെ രോഷം ഒരു വശത്ത്, ടീം മാനേജ്മെന്റിന്റെ മൗനം മറുവശത്ത്.
ഇതിനിടയിൽ സഞ്ജു സാംസൺ എന്ന കരിയർ എങ്ങോട്ട് പോകും? 30 വയസ്സ് പിന്നിടുന്ന ഒരു താരത്തിന് ഇങ്ങനെയൊരു പരീക്ഷണത്തിന് ബാല്യമുണ്ടോ? തുടർച്ചയായി ബെഞ്ചിലിരുന്ന് സമയം കളയുന്നതിനേക്കാൾ നല്ലത് തനിക്ക് അവസരം ലഭിക്കുന്ന ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലോ അല്ലെങ്കിൽ വിദേശ ലീഗുകളിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണോ? സഞ്ജു ഇപ്പോൾ ഒരു വഴിത്തിരിവിലാണ്. ഇന്ത്യൻ ജേഴ്സി എന്നത് ഏതൊരു താരത്തിന്റെയും സ്വപ്നമാണ്. പക്ഷേ ആ സ്വപ്നം ഒരു പേടി സ്വപ്നമായി മാറുമ്പോൾ കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ധർമ്മശാലയിലെ അടുത്ത മത്സരത്തിലെങ്കിലും ഗംഭീറും സൂര്യയും കണ്ണു തുറക്കുമോ? അതോ സഞ്ജുവിന്റെ വിധി ബെഞ്ചിൽ തന്നെയാകുമോ? കാത്തിരുന്നു കാണാം. പക്ഷെ ഒന്നുറപ്പാണ്, ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ, പ്രത്യേകിച്ചും മലയാളികൾ, ഈ നീതി നിഷേധം മറക്കില്ല.